Copyright disclaimer under Section 107 of the Copyright Act 1976. Allowance is made for fair use for purposes such as criticism, comment, news reporting, scholarship, and research. Fair use is a use permitted by copyright statute that might otherwise be infringing. Non-profit, educational, or personal use tips the balance in favor of fair use. Smoking causes cancer. Smoking kills. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്തിനാടാ സ്കൂളിൽ പോയി സമയം പോകുന്നത്? ഇത് തന്നെയല്ല ലഹരി. ഇത് തന്നെയല്ലേ ലഹരി? പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പേടിയാണോ പോലെ കാടാ നിക്കണോ? എന്നാ പറ്റിയ മോളെ? നായ ചോദിച്ചതാ? അവിടെ ഏട്ടന്മാര് എന്തൊക്കെ പറഞ്ഞു? കളി കൂടിയ മാറാ അച്ഛൻ വരട്ടെ മോളെ, നമുക്ക് സ്കൂളിൽ പോയിട്ട് പരാതി പറയാം. ഇന്നലെ പാസ് ഇട്ടിട്ട് നമുക്ക് ആ കളി തിരിച്ചുപിടിക്കും. അത് മുന്നിൽ വന്നുണ്ടല്ലേ, ഞാൻ മര്യാദക്ക് പാസ് ഇട്ടു. അത് പോയപ്പോ നമുക്ക് അടുത്ത കളി പിടിക്കും. ഞങ്ങൾ അത് വിട്, നാളെ സ്കൂളിൽ പോണ്ടേ? ഇന്നലെ വൈകിട്ട് സ്കൂളിൽ പുതിയ
അവിടെ നമ്മളെപ്പോ സ്കൂൾ വിട്ട് പോകുമ്പോ കുടിയമ്മ നാട്ടിൽ നിൽക്കില്ലല്ലോ. നമുക്ക് ഓർക്ക് പിന്നെ പണി കൊടുക്കണം. നമ്മളൊക്കെ കുട്ടികളുടെ നമുക്കൊന്നും അവര് ചെയ്യാനല്ലോ. നമുക്ക് ഓറ് കുടിക്കുന്ന കുപ്പി എടുത്ത് ഓരോ തലക്കടിക്കാം. നമ്മളെ കൊണ്ട് പറ്റുമോ? അവർ വലിയ ആളല്ലേ. നമ്മുടെ അവൻ പറഞ്ഞ ശരിയല്ലേ, നമ്മളെക്കാട്ടും വലിയ ആളല്ലേ. നമുക്ക് ഈ കാര്യം പോയി വീട്ടിൽ പോയിട്ട് പറഞ്ഞാലോ? എന്നാ ഞാനും വീട്ടിൽ പോയി പറയും. നമുക്ക് ഇന്ന് തന്നെ അറിയാം. നിങ്ങളെത്ര നോക്കുന്നു? കളിക്കാൻ പോ. അവിടെ പോവാ. സ്കൂൾ വിട്ട് വരുമ്പോ ആ കുടിമാരെ കണ്ടില്ലല്ലോ അവിടെ. ഞാനും കണ്ടിട്ട്. നിങ്ങളെന്താ വർത്താനം പറയുന്നേ? വായിക്കാനല്ലോ വന്നത്? ടീച്ചറെ ഇന്ന് സ്കൂൾ വിട്ട് പോകുമ്പോ അവിടെ കുടിയന്മാരൊക്കെ ഉണ്ട്. നമ്മളോട് എന്തെല്ലാം അവര് പറഞ്ഞു. നാളെ വീട്ടിലേക്ക് പഠിച്ചോണ്ട് പോകും. നിങ്ങൾ ഇങ്ങനത്തെ സംഭവമല്ലോ സ്കൂളിലും രക്ഷിതാക്കളോടും പറയണം. ഈ കാര്യം ഞാൻ അമ്മേനോട് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. എന്നാലേ ഇതിനെതിരായിട്ട് എന്തെങ്കിലും നടപടി നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഇത് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ നാടിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും അടങ്ങാറാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും സ്കൂളിൽ എന്തായാലും അറിയിക്കാം. അതുപോലെ തന്നെ രക്ഷിതാക്കളോടും പറയാം. ടിവിയിലും പത്രത്തിലെല്ലാം കാണുന്നില്ല ലഹരിനെ കുറിച്ചിട്ടുള്ള വാർത്തകള്. കൂടിയതോടെയാണ് കേരളം ലഹരി മാഫിയയുടെ പിടിയിലാകുന്നത്. വിദ്യാർത്ഥികൾ മുതൽ സിനിമ, IT ഉൾപ്പെടെയുള്ള പല മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനം. വിദേശത്തു നിന്ന് അതിർത്തി കടത്തിയാണ് നേരത്തെയൊക്കെ രാസലഹരി രാജ്യത്തേക്ക് എത്തിച്ചിരുന്നത്. ഇപ്പോൾ ഗോവ, ഹൈദരാബാദ്, ബാംഗ്ലൂരു അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ലഹരി നിർമ്മാണ കേന്ദ്രങ്ങൾ ഉള്ളതായിരിക്കും. ലഹരി കേസുകൾ സംസ്ഥാനം ഒട്ടുക്ക് കൂടുന്നുണ്ട്. പണ്ട് കൊച്ചി കേന്ദ്രീകരിച്ചു എന്നുള്ളത് മാറി എല്ലാ ജില്ലകളിലേക്കും ഇത് വ്യാപിക്കുന്നു എന്നാണ് ബന്ധവാദം. മാമി ഇന്നയാള് സ്കൂളിൽ വിട്ട് വരുമ്പോ ലഹരി ഉപയോഗിക്കുന്ന ആൾ അവിടെ കണ്ടിന്. എന്നിട്ട് നിങ്ങളെന്നാ ചെയ്തത്? ഞങ്ങള് പേടിച്ചോണ്ട് അവരമ്മോട് എന്തെല്ലോ പറഞ്ഞു. ഞങ്ങള് പേടിച്ചോണ്ട് വീട്ടിലേക്ക് പോയി. ഇനി ഇപ്പം നാളെ ഇനി ടീച്ചേഴ്സിനോട് സ്കൂളിൽ വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാലും ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ലോ. ഇനിയിപ്പോൾ അവരെന്താ പറയുന്നത് ഇനി അവരോട് പറഞ്ഞിട്ട് വേറെയുള്ള ആൾക്കാരോടെല്ലാം സംസാരിക്കാൻ പറയാം. ഞങ്ങൾ നടപടി എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇവിടെ നടക്കുന്ന സ്കൂളിന്റെ പരിസരത്തുള്ള കുറച്ച് കാര്യങ്ങൾ ടീച്ചറെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും. എന്താ പറയാ, പരസ്യമായി തന്നെ മദ്യപാനം പിന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് കുട്ടികൾ ദിവസവും സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും. ഇവരിപ്പോ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അതിനുള്ള തുടർ നടപടി എന്തെങ്കിലും പുറത്ത് മുതിർന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് നിങ്ങളെ ചെയ്യാം. നമുക്ക് എന്തായാലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. ഇവിടുത്തെ ജനപ്രതി വേണ്ടതായിട്ട് കൂടി അവരോട് പറഞ്ഞ് പിന്നെ മറ്റുള്ള ആൾക്കാരോടും പിന്നെ പോലീസിനെല്ലാം അറിയിക്കാം. നമുക്ക് വേണ്ട നടപടികളെല്ലാം സ്വീകരിക്കാനാണ് വേണ്ടത്. എന്താടി മോളെ, സുഗന്ധനല്ലേ? നീയൊക്കെ ആരാടാ എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ? ഇതോടെ നിന്റെയൊക്കെ അവസാനാടാ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെയും രക്ഷിതാക്കളുടെയും പരാതിയെ മാനിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടി സ്കൂളിൽ സ്റ്റാഫ് മീറ്റിംഗ് കൂടുകയും കൂടാതെ നമ്മുടെ വാർഡ് കൗൺസിലറെ അറിയിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. ഇനി അവരെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ശല്യവും ഉണ്ടാകില്ല. അടുത്തത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ. ലഹരി വിരുദ്ധ പ്രതിജ്ഞ.
മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയോ സമൂഹത്തെയോ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരിയുടെ ഉപയോഗം മുതിർന്നവരിലും കുട്ടികളിലും ഒരേ രീതിയിൽ കണ്ടുവരുന്ന കാലമാണിത്. ഓരോ ചുവടുവെപ്പിലും ജാഗ്രതരായിരിക്കേണ്ട സാഹചര്യം. സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ പിടികൂടാൻ പതുങ്ങിയിരിക്കുന്ന ലഹരി കൈകളാണ് ചുറ്റും. അവരുടെ ഓരോ ചുവടിലും അത് അവരെ പിന്തുടരുന്നു. മയക്കുമരുന്നുകൾ അവരെ തുറച്ചു നോക്കുന്നു. പുകയില കൈകൾ അവരുടെ കഴുത്തിനിരിക്കാൻ അവസരം കാത്തിരിക്കുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ലഹരി വിൽപ്പനക്കാരാൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ലഹരിക്ക് കീഴ്പ്പെട്ടു പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് അവരുടെ പഠനത്തോടും ജീവിതത്തോടുമുള്ള താല്പര്യത്തെ പാടെ ഇല്ലാതാക്കും. കുട്ടികളെ പോലെ തന്നെ ലഹരി യുവാക്കളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നു. യുവാക്കളിൽ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ക്രിയേറ്റീവ് കാലഘട്ടം ലഹരിയാൽ നരകതുല്യമാകുന്നു. മയക്കുമരുന്നിൽ അടിമപ്പെട്ട് സ്വന്തം രക്ഷിതാക്കളെ വരെ കൊലപ്പെടുത്തിയെന്ന യുവതിയുവാക്കളുടെ വാർത്ത ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ലഹരിയെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും തുരത്തി ഓടിക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണ്. ജീവിതത്തോടുള്ള മത്സരമാകട്ടെ നമ്മുടെ ലഹരി.